ചെന്നൈയിൽ മൈലാപ്പൂർ സ്ഥിതി ചെയ്യുന്ന ശിവക്ഷേത്രമാണ് കപാലീശ്വര ക്ഷേത്രം. AD 7-ാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. ദ്രാവിഡ വാസ്തുവിദ്യയിൽ നിർമ്മിച്ച ക്ഷേത്രമാണിത്. ശിവനും പാർവതിയുടെ രൂപമായ കർപ്പകാമ്പാളിനെയുമാണ് ഈ ക്ഷേത്രത്തിൽ ആരാധിക്കപ്പെടുന്നത്. പുരാണങ്ങളനുസരിച്ച് പാർവതി തൻ്റെ ഭർത്താവായ ശിവനെ ഒരു മയിലിൻ്റെ രൂപത്തിൽ ആരാധിച്ചു. ഇത് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പ്രദേശത്തിന് മയിലൈ എന്ന പ്രാദേശിക നാമം നൽകി. ശിവനെ കപാലീശ്വരരായി ആരാധിക്കുന്നു. പാർവതിയെ ആഗ്രഹം നിറവേറ്റുന്ന വൃക്ഷത്തിൻ്റെ ദേവതയായ കർപ്പകാമ്പാളായും ആരാധിക്കപ്പെടുന്നു. ക്ഷേത്ര സമുച്ചയത്തിൽ നിരവധി ഹാളുകളുണ്ട്. രാവിലെ 5:30 മുതൽ രാത്രി 10 വരെ വിവിധ സമയങ്ങളിലായി 6 ദൈനംദിന ആചാരങ്ങളും 4 വാർഷിക ഉത്സവങ്ങളുമുണ്ട്. ബ്രഹ്മോത്സവത്തിൻ്റെ ഭാഗമായി തമിഴ് മാസമായ പങ്കുനിയിൽ ആഘോഷിക്കുന്ന 60 ഉത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഉത്സവം. ശിവന്റെ വിശേഷണമായ കപാല, ഈശ്വരർ എന്നീ പദങ്ങളിൽ നിന്നാണ് ക്ഷേത്രത്തിൻ്റെ പേരുരുത്തിരിഞ്ഞത്. പുരാണങ്ങളനുസരിച്ച് കൈലാസപർവ്വതത്തിൻ്റെ മുകളിൽ ബ്രഹ്മാവും ശിവനും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ബ്രഹ്മാവ് ശിവനോട് അർഹമായ ബഹുമാനം കാണിക്കുന്നതിൽ പരാജയപ്പെടുന്നു. ഇതുമൂലം ശിവൻ ബ്രഹ്മാവിൻ്റെ 5 തലകളിലൊന്ന് പറിച്ചെടുക്കുന്നു. ഒരു തപസ്സിൽ ബ്രഹ്മാവ് മൈലാപ്പൂർ എന്ന സ്ഥലത്ത് വന്ന് ശിവനെ പ്രീതിപ്പെടുത്തുവാൻ ഒരു ലിംഗം സ്ഥാപിച്ചു. കൈലായെ മൈലൈ, മൈലയെ കൈലൈ എന്നിവയുൾപ്പെടെ നിരവധി പേരുകളിൽ ഈ സ്ഥലം ശുക്രപുരി, വേദപുരി എന്നിങ്ങനെ അറിയപ്പെടുന്നു. പ്രാദേശിക ഐതിഹ്യമനുസരിച്ച് ശിവന്റെ ഭാര്യയായ പാർവതി ഒരു ശാപം മൂലം ഒരു മൈലോഴിയായി മാറുകയും അവളുടെ യഥാർത്ഥ രൂപം ലഭിക്കുവാൻ ഇവിടെ തപസ്സനുഷ്ഠിക്കുകയും ചെയ്തു. പാർവതിയിൽ നിന്ന് ഒരു രാക്ഷസനെ നശിപ്പിക്കുന്നതിനായി അവളുടെ മകൻ മുരുകന് ഇവിടെ നിന്നും വേൽ ലഭിക്കുന്നു. ബ്രഹ്മാവ് തൻ്റെ അഹങ്കാരത്തിൽ നിന്ന് മുക്തി നേടുവാനും സൃഷ്ടിക്കുവാനുള്ള ശക്തി തിരികെ ലഭിക്കുവാനും ഇവിടെ ആരാധന നടത്തിയിരുന്നു. 4 വേദങ്ങളും ഇവിടെ ആരാധന നടത്തിയിട്ടുണ്ട്. ശുക്രൻ ഇവിടെ ശിവനെ ആരാധിച്ചതിലൂടെ നഷ്ടപ്പെട്ട കണ്ണ് തിരികെ ലഭിച്ചു. 7-ാം നൂറ്റാണ്ടിൽ ഭരിച്ചിരുന്ന പല്ലവന്മാരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് പൊതുവെ കരുതപ്പെടുന്നു. ക്ഷേത്രത്തിലെ പൂജാരിമാർ ദിവസേനയും ഉത്സവങ്ങളിലും പൂജകൾ നടത്തുന്നു. തമിഴ്നാട്ടിലെ മറ്റ് മഹാദേവ ക്ഷേത്രങ്ങളെപ്പോലെ പൂജാരിമാരും ശൈവ സമുദായത്തിൽപ്പെട്ടവരാണ്. ക്ഷേത്രത്തിലെ ആചാരങ്ങൾ ഒരു ദിവസം 6 തവണ നടത്തുന്നു. രാവിലെ 6 മണിക്ക് ഉഷാത്തകലം, രാവിലെ 9-ന് കലശാന്തി, വൈകുന്നേരം 5 മണിക്ക് ഉച്ചിക്കലം, വൈകുന്നേരം 7-ന് സായരക്ഷൈ, ഇരണ്ടകളം, രാത്രി 9-ന് അർദ്ധചാമം. രാഹു അഭിഷേകത്തിന് പ്രത്യേക ദിവസമുണ്ട്. ഇത് ഒരു ദിവസം 2 തവണ രാവിലെ 11:30-നും വൈകുന്നേരം 5:30-നും കൂടാതെ ദിവസത്തിലെ വിവിധ സമയങ്ങളിൽ 2 തവണയും നടത്തുന്നു. ഓരോ ആചാരത്തിലും 4 ഘട്ടങ്ങൾ ഉൾപ്പെടുന്നു. അഭിഷേകം, അലങ്കാരം, നൈവേദനം, കപാലീശ്വരർക്കും കർപ്പകാമ്പാൾക്കും ദീപയാരാധന, നാദസ്വരം, തവിൽ എന്നിവയുടെ സംഗീതത്തിൻ്റെ മധ്യത്തിലാണ് നടക്കുന്നത്. പുരോഹിതന്മാർ വേദങ്ങളിലെ മതപരമായ നിർദ്ദേശങ്ങൾ വായിക്കുന്നു. ക്ഷേത്രക്കൂടത്തിന് മുന്നിൽ ഭക്തർ പ്രണാമം ചെയ്യുന്നു. സോമവാരം, ശുക്രവാരം തുടങ്ങിയ ആഴ്ചകൾ തോറുമുള്ള ആചാരങ്ങളും പ്രദോഷം പോലുള്ള 2 ആഴ്ചയിലൊരിക്കൽ ആചാരങ്ങളും അമാവാസി, കിരീടൈ, പൗർണമി, ചതുർത്ഥി തുടങ്ങിയ പ്രതിമാസ ഉത്സവങ്ങളുമുണ്ട്. വെള്ളിയാഴ്ച ആരാധനയിൽ കർപ്പകാമ്പാളിനെ സ്വർണ്ണ നാണയങ്ങൾ കൊണ്ട് നിർമ്മിച്ച കശുമാല കൊണ്ട് അലങ്കരിക്കുന്നു. കണ്ണിന് നയനാഭവും മനസ്സിൽ ഭക്തിയും നിറയുന്ന ഈ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ മനസ്സും ശരീരവും ഭഗവാനിൽ ലയിക്കുന്നതായി കാണാം.